എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കിടക മാസത്തിലെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും തീരില്ല. അത്രയും അനവധി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും രാമായണ മാസം കൂടിയാണല്ലോ. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നാലമ്പല ദർശനം. മിക്കവാറും പേര് പോവാറുണ്ടായിരിക്കും, പലർക്കും അറിയുന്നുണ്ടാവും. ശ്രീരാമ ഭഗവാന്റെ അമ്പലത്തിനോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിലും ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ഇവരുടെയൊക്കെ അമ്പലങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവനവൻ്റെ പ്രദേശത്തിനോട് ചേർന്ന് നിൽക്കുന്ന അമ്പലങ്ങൾ എവിടെയൊക്കെയാണോ അവിടെ പോയിട്ട് തൊഴാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു മാസത്തിൽ ഒരു ദിവസം തന്നെ 4 പേരെയും ഒരുമിച്ച് ഒരേ ദിവസം തന്നെ കാണുക. അങ്ങനെ കാണുന്നതിൻ്റെ പുണ്യം ഒന്ന് വേറെ തന്നെയാണ്. വളരെ വലിയ അനുഗ്രഹമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പുണ്യം ഈ ഒരു അടുത്ത കർക്കിടകം വരെയും നമുക്ക് നിൽക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ പോകാനായിട്ട് സാധിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും പോയി തൊഴണം. കാരണം വല്ലാത്തൊരു ഐശ്വര്യം, എല്ലാവിധത്തിലുള്ള കടാക്ഷങ്ങളും നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നോളും. പിന്നെ നമ്മൾ പണ്ടുള്ള ആൾക്കാർ പറയാറില്ലേ, ഈശ്വരനെ കാണാൻ പോകുമ്പോഴും ചെറിയ ജനിച്ച കുഞ്ഞുങ്ങളെ കാണാൻ പോകുമ്പോഴും വെറും കൈയോടെ പോകരുതെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ അവല് നേദിക്കാൻ എടുക്കാം, മലര്, ശർക്കര, ഇങ്ങനെ കദളിപ്പഴം, എന്തെങ്കിലും നമുക്ക് നേദിക്കാനായിട്ടുള്ള സാധനങ്ങളായിട്ട് പോവാം. ഇനിയിപ്പോൾ അതൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് തുളസിപ്പൂവോ തെച്ചിപ്പൂവോ ആയിട്ട് കാണിക്കയായിട്ട് സമർപ്പിക്കാൻ അതും എടുത്തിട്ട് പോവാം. എന്തായാലും പോകുമ്പോൾ എല്ലാവർക്കും ഈ നമ്മളെന്താണോ എടുക്കുന്നത് അതെല്ലാവർക്കും സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് രാമായണ കഥയിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലേ. എങ്ങനെയാണ് ഒത്തൊരുമയോട് കൂടി ഇരിക്കേണ്ടത്, സ്നേഹം എന്താണ്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഒരുപാട് കഷ്ടതകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ശ്രീരാമ പട്ടാഭിഷേകം അറിയില്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്താൽ മതി. എല്ലാത്തിനും അവസാനം നമുക്കൊരു നല്ല കാലം വരും, നല്ലതേ നമുക്ക് വരൂ. കാരണം ഈ വെറുതെ നമ്മൾ നല്ലത് വരും എന്ന് വിചാരിച്ച് കാത്തിരിക്കരുത്. അതിന് വേണ്ട കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. അതിനാണ് ഇങ്ങനെയുള്ള ചെറിയ വഴിപാടുകൾ, അമ്പല ദർശനം, നാമജപം തുടങ്ങിയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യും കൂടി ചെയ്താലേ നമുക്ക് ഈ പറഞ്ഞ ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ എത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാസം ഏറ്റവും നല്ല രീതിയിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കട്ടെ. ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു മാസക്കാലം എല്ലാ ആഗ്രഹങ്ങളും നടക്കാൻ കഴിയണേ എന്ന ചിന്തയോട് കൂടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ അവനവൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.